ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്. ഇത് ക്ലാസ് റൂം എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ്. അതായത് ഇതിൽ ഓരോരുത്തരുടെയും ടാലൻറ്റിനനുസരിച്ചും അല്ലെങ്കിൽ അവരുടെ ലേണിംഗ് സ്റ്റൈലിനനുസരിച്ചിട്ടാണ് ഈ ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ഇത് മെയിനായിട്ട് സ്റ്റുഡൻറ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ്. ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ്റെ മെയിനായിട്ടുള്ളൊരു എയിം എന്ന് പറയുന്നത് തന്നെ ഒരു ലേണറിന് ലൈഫ് ലോങ് ഒരു എഡ്യൂക്കേഷനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ഒരു മെയിൻ എയിമായിട്ട് പറയണത്. ഡിഫറെൻറ്റ് ഏജൻസീസ് ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഏതെല്ലാം രീതിയിലാണ് ഒരു വ്യക്തിക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുന്നത് എന്നുള്ളത്. അതിൽ പെട്ടതായിരുന്നു ഫോർമൽ, ഇൻഫോർമൽ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ഏജൻസീസൊക്കെ. ഈ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ തന്നെയാണ് ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നോൺ ഫോർമൽ എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ വേൾഡിൽ ഒരു എഡ്യൂക്കേഷണൽ മൂവ്മെൻറ്റ് തന്നെ നടന്നിട്ടുണ്ട്. Alternative education system is a part of non-formal education. It's include non-traditional, non-conventional, non-standardized and non-formal education. ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷനെ തന്നെയാണ്. അതായത് ഇതൊക്കെ ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ്റെ മറ്റൊരു പേരാണ് ഈ പറഞ്ഞതൊക്കെ. Alternative education. അതായത് ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ refers to pedagogical approach that veer away from mainstream traditional methods that are typically uniform, predefined, rigid and designed to pass standardized tests. അതായത് ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ എന്താണെന്ന് നോക്കാം. ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ ട്രഡീഷണൽ എഡ്യൂക്കേഷണൽ സിസ്റ്റമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതിലൊന്നാണ് പെഡഗോജിക്കൽ അപ്രോച്ച്. അതായത് ഒരു റിജിഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു കരിക്കുലോ കാര്യങ്ങളോ ഒന്നും ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനില്ല. അതേപോലെ ഇതിൽ പറയണത് എല്ലാവർക്കും യൂണിഫോം ആയിട്ടല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. പ്രീ ഡിഫൈൻഡോ അല്ലെങ്കിൽ വെൽ പ്ലാനഡ് ആയിട്ടോ അല്ല എഡ്യൂക്കേഷനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ് ഓരോരുത്തർക്കും കൊടുക്കുന്നത്. അതായത് ഓരോരുത്തരുടെ നേച്ചറിനനുസരിച്ചിട്ട് ഒരു ലേണർ എന്താണോ അതിനനുസരിച്ചിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ളത്. ഒരുപാട് എക്സാം ബേസോ അല്ലെങ്കിൽ അത് എക്സാം പാസിനനുസരിച്ചിട്ടുള്ള ഒരു സിസ്റ്റം ഒന്നും അല്ല ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നാണ് ഇത് മെയിനായിട്ട് പറയണത്. നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ക്യാരക്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഡിഫറെൻറ്റ് പെഡഗോജിക്കൽ അപ്രോച്ച് ആർ യൂസ്ഡ്. അതായത് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കരിക്കുലം അല്ല ഫോളോ ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് അപ്രോച്ചസ് ആണ് അവിടെ ഉള്ളത്. സ്മോൾ സൈസ് ക്ലാസ് റൂം, അതായത് വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അത് കാരണം തന്നെ ടീച്ചേഴ്സും കുട്ടികളുമായിട്ടുള്ള ഒരു കണക്ഷൻ നല്ല രീതിയിൽ ഉണ്ടാവും. ഇൻറ്റിമേറ്റ് ലേണിംഗ് എൻവയോൺമെൻറ്റ്, അതേപോലെ കുട്ടികൾക്ക് ഒരു ഫ്രണ്ട്ലി ടീച്ചിങ് മെത്തേഡാണ്. അങ്ങനെയുള്ളൊരു എൻവയോൺമെൻറ്റാണ് ഈ ആൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്ലെക്സിബിൾ കരിക്കുലം, അതായത് ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു കരിക്കുലമാണ് ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷന്. അതായത് റിജിഡ് ആയിട്ടുള്ള ഇത് മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ പോകാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിർബന്ധം ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷനിൽ ഇല്ല. ദർ ഈസ് എ ഗ്രേറ്റർ എൻവയോൺമെൻറ്റ് ഫോർ പാരൻസ്. അതായത് ടീച്ചേഴ്സിന് മാത്രമല്ല പാരൻസിനും ഈ വിദ്യാഭ്യാസത്തിൽ നല്ലൊരു പങ്കുണ്ട്. എംഫസിസ് ഈസ് ഗിവൺ ടു ഫ്രീ എക്സ്പ്രഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. അതായത് കുട്ടികൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരം കുട്ടികൾക്കുണ്ട്. ക്രിയേറ്റീവ് ആണെങ്കിൽ ക്രിയേറ്റീവായിട്ടും അവിടെ എക്സ്പ്രസ് ചെയ്യാം.
എക്സ്പെരിമെൻറ്റ് ആൻഡ് കസ്റ്റമൈസ്ഡ് ലേണിംഗ്, അതായത് ഓരോ കുട്ടിയും എങ്ങനെയാണോ ആ രീതിയിലാണ് അവിടുത്തെ ടീച്ചിങ് മെത്തേഡ് എന്നുള്ളത്. ഓരോ കുട്ടികളുടെ അവർക്കനുസരിച്ചിട്ടാണ് പഠന രീതിയും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതേപോലെ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഫീലിംഗ്, അതായത് ഒരു എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് ഫോംസ് ആൻഡ് അപ്രോച്ചസ് ഓഫ് ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ്, ഹോം സ്കൂളിംഗ് അല്ലെങ്കിൽ സെൽഫ് സ്കൂളിംഗ്, ഓപ്പൺ സ്കൂൾ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അനാക്കിസ് പ്രീ സ്കൂൾ, ആർട്ട്ഫുൾ ലേണിംഗ്, ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷൻ, ഡി സ്കൂളിംഗ്, ഫ്രീ സ്കൂൾ മൂവ്മെൻറ്റ്, ഫോറസ്റ്റ് കിൻഡർ ഗാർഡൻ, ജിത്തു കൃഷ്ണമൂർത്തി സ്കൂൾ, സഡ്ബറി സ്കൂൾ, തോംസൺ ജെഫേഴ്സൺ എഡ്യൂക്കേഷൻ, മോഡേൺ സ്കൂൾ മൂവ്മെൻറ്റ്, മോണ്ടിസോറി എഡ്യൂക്കേഷൻ. ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. നെക്സ്റ്റ്, എങ്ങനെയാണ് ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നോക്കാം. അന്ന് നിലനിന്നിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് എതിരെ പ്രതികരിച്ചുകൊണ്ടാണ് ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നത്തെ എഡ്യൂക്കേറ്റേഴ്സായ ജീൻസ് ജാക്കോ റൂസോ, ജോൺ ഹെൻറി സ്പെസ്റ്റലെ, എമോൺസ് ബോൺസൺസ് ആൽക്കോട്ട്, അതേപോലെ ഹെൻറി ഡേവിഡ് തൊറിയോ, ജോൺ ഡ്യൂ, ഫ്രാൻസിസ് ബാക്കർ, ഫോർബൽ മറിയ മോണ്ടിസോറി, റുഡോൾഫ് സ്ട്രെയിനർ, ഇവരുടെയൊക്കെ അണ്ടറിലായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്. അവരെല്ലാവരും എന്തിനാണ് എതിർത്തതെന്ന് വെച്ചാൽ, അന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം മെയിനായിട്ട് എയിം ചെയ്തിരുന്നത്, അന്ന് ടോപ്പിൽ നിൽക്കുന്ന കുറച്ച് ഒരു തൊഴിൽ ജോബ്സ് ഉണ്ട്, അതിന് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ അതിനുള്ളൊരു എബിലിറ്റി കൊടുക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെയാണ് ഇവരെല്ലാവരും എതിർത്തത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അതായത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് പ്രൊജക്ട്സും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ പെട്ടതാണ് എന്ത്, ഈ ടാഗോർ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ടാഗോർ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, അതുപോലെ ശ്രീ അരബിന്ദോ ഇൻ്റർനാഷണൽ സെൻറ്റർ ഓഫ് എഡ്യൂക്കേഷൻ, ജിത്തു കൃഷ്ണമൂർത്തി സ്കൂൾസ് എക്സെട്ര. ഇപ്പം നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ലോർഡ് മക്കോളിയുടെ ബേസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് ഉള്ളത്. All these educators' argument for an approach certain to this interest and learning style of an individual, and they emphasized the learner-centered approach is more effective than teacher-centered one. മെയിനായിട്ടെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് എല്ലാ രീതിയിലും നല്ലത്, അതാണ് വേണ്ടത്. അല്ലാതെ ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം വേണ്ട എന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമുക്കൊരു ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട് അല്ലേ, അതിനെ ബേസ് ആക്കിയിട്ട് 5 എലമെൻറ്റ്സ് ആണുള്ളതെന്നാണ് ആര് പറയണത്, റോൺ മില്ലർ പറയണത്. ഏതൊക്കെയാണ് 5 എലമെൻറ്റ്സ് നോക്കാം. അതായത് റെസ്പെക്ട് ഫോർ ദി പേഴ്സൺ, ബാലൻസ്, ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി, non-interference among the political, economic and cultural spheres of society, a holistic world. First one, respect for the person.
എന്താ ഒരു പേഴ്സണ് കൊടുക്കേണ്ട പരിഗണനയൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് പറയണത്. പരിഗണന കൊടുക്കുക, റെസ്പെക്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് ബാലൻസ്, അതായത് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിന് മാത്രമല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതായത് സ്പിരിച്വൽ, ഇമോഷണൽ, ഫിസിക്കൽ ഡെവലപ്മെൻറ്റൊക്കെ ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി, അതായത് എഡ്യൂക്കേഷൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സ്കൂളോ അധികൃതരോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സോ പാരൻസോ ആയിരിക്കും. എന്തിൽ? ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോ ഇൻ്റർഫറൻസ് എമംഗ് ദ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ സ്ഫിയേഴ്സ് ഓഫ് സൊസൈറ്റി, അതായത് പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, കൾച്ചറായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ എഡ്യൂക്കേഷനിൽ ഇടപെടുത്തേണ്ട കാര്യമില്ല. അത് രണ്ടും കൂടിയിട്ട് എന്താ പറയുക, കമ്പയർ ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നും ഇല്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് എ ഹോളിസ്റ്റിക് വേൾഡ് വ്യൂ, അതായത് ഇടുങ്ങിയ ഒരു ചിന്താഗതിയിലല്ല നമ്മൾ കുട്ടികളെ വളർത്തേണ്ടത്. അതായത് ഒരു ഗ്ലോബൽ സിറ്റിസണായിട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ, ആൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതാണ് ആൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ മെറിറ്റ്സ് എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ആൻഡ് ഫ്ലെക്സിബിൾ ലേണിംഗ് ആണ്. അതായത് ഓരോ കുട്ടികളുടെ കഴിവിനനുസരിച്ചിട്ടാണ് ഏത് കരിക്കുലം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ടൈം ലിമിറ്റോ അല്ലെങ്കിൽ ഒരു ടൈം ബോർഡറോ ഒന്നുമില്ല. അവരവരുടെ കഴിവിനനുസരിച്ച് അത് നമുക്ക് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. അതേപോലെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനും സെൽഫ് എക്സ്പ്ലോറേഷനും ഒക്കെയാണ് ഇത് എംഫസൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മോഡേൺ കരിക്കുലം, അതായത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കരിക്കുലത്തെ യൂസ് ആക്കാൻ പറ്റും. ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം അല്ല ഇതിനുള്ളത്. ആൻഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് എക്സ്പെരിമെൻ്റൽ ലേണിംഗ്, ആൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷനിൽ ക്രിയേറ്റിവിറ്റിക്കും എക്സ്പെരിമെൻറ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടൈപ്പ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഇതിൽ ഒരു റോട്ട് ലേണിംഗ് എന്തായാലും ഉണ്ടാവില്ല. അതേപോലെ ഒരു വൺ വേ ടീച്ചിങ് മെത്തേഡും അല്ല ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ളത്. അടുത്തത് ലോ സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ, അതായത് സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ എന്ന് പറയുന്നത് കുറവായിരിക്കും. സ്മോൾ സൈസ് ക്ലാസ് റൂം ആയിരിക്കും. അതായത് കുറച്ച് കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള ഒരു റേഷ്യോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഒരു ഇൻറ്റിമസിയും അവർക്ക് പരസ്പരം അറിയാനുള്ള ഒരു അവൈലബിലിറ്റിയും കൂടുതലായിരിക്കും. അതേപോലെ ഫ്രണ്ട്സ് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടായിരിക്കും. ഫോസ്റ്ററിങ് എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി, അതായത് കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പാരൻസും ടീച്ചറും തമ്മിലും കുട്ടികളും മറ്റു പാരൻസും തമ്മിലും എല്ലാം ഒരു കണക്ഷൻ ഉണ്ടാവും. എല്ലാവർക്കും എല്ലാവരെയും കുറിച്ചിട്ട് ഒരു ധാരണയും അറിവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റി ഫീലാണ് അവിടെ ഫീൽ ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് കോമൺ വിഷൻ ആൻഡ് ഫിലോസഫി, അതായത് ഒരു കരിക്കുലം സെറ്റ് ചെയ്യണത് ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് എല്ലാവരും ഈ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും ഒക്കെ സജഷൻസിൻ്റെ ബേസിലാണ് ഈ കരിക്കുലം സെറ്റിങ്സ്. അപ്പോൾ അവിടെ ഒരു കോമൺ ആയിട്ടുള്ള വിഷനും ഫിലോസഫിയും കാണാൻ കഴിയും. നെക്സ്റ്റ് ഹൈ റിട്ടൻഷൻ ആൻഡ് വാരിഡ് നോളജ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ജീവിതാനുഭവമുള്ള കുട്ടികളായിട്ടാണ് ഉണ്ടാവുക ആൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ ലഭിക്കുന്നത്. ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ചൈൽഡ്, അതായത് ഒരു കുട്ടിയുടെ ടോട്ടലായിട്ടുള്ള ഡെവലപ്മെൻറ്റിനെയാണ് ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ എയിം ചെയ്യണത്. അതായത് എംഫസൈസ് ഫിസിക്കൽ, മെൻ്റൽ, മോറൽ, സ്പിരിച്വൽ, ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ചൈൽഡ്. ഓൾട്ടർനേറ്റീവ് സ്കൂൾസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ള കുറച്ച് സ്കൂൾസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സ്കൂൾസ്. ഫസ്റ്റ് വൺ ഉക്തി ന്യൂഡൽഹി, ത്രിത മുംബൈ 2000 അതേപോലെ
സഹ്യാദ്രി പൂനെ, ഋഷി വാലി സ്കൂൾ, ആനന്ദ് നിക്നേൻ നൈഥലീം സ്കൂൾ, മിരംഭിക ഫ്രീ പ്രോഗ്രസ് സ്കൂൾ ന്യൂഡൽഹി. അതേപോലെ തന്നെ കനവ് സ്കൂൾ, നമ്മുടെ കേരളത്തിലാണ് കനവ് ഉള്ളത്, വയനാട് ജില്ലയിലാണുള്ളത്. അതേപോലെ തന്നെയാണ് സാരംഗ് സ്കൂൾ, അട്ടപ്പാടിയിലെ അഗളിയിലാണ് സാരംഗ് സ്കൂൾ ഉള്ളത്. ഇതൊക്കെയാണ് ഓൾട്ടർനേറ്റീവ് സ്കൂൾസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. കൺക്ലൂഷനായിട്ട് പറയണത്, നമ്മുടെ ഡൈവേഴ്സ് പോപ്പുലേഷനിൽ ഓൾട്ടർനേറ്റീവ് ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഹൈലി എഫക്റ്റീവാണ്. അതുപോലെ തന്നെ സ്മോളർ ക്ലാസ് റൂം ആവുമ്പോൾ കുട്ടികളും മെൻറ്ററുമായിട്ടൊരു ടീച്ചറുമായിട്ടൊരു നല്ല കണക്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടീവായിട്ടും ന്യൂട്രീച്ചിങ് എൻവയോൺമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അതൊക്കെയാണ് കൺക്ലൂഷനിൽ വരുന്നത്. നെക്സ്റ്റ് MCQ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ primarily refer to pedagogical approach that veer away from which of the following? ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ആൻസർ എന്ന് പറയുന്നത് യൂണിഫോം, റിജിഡ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് ട്രഡീഷണൽ മെത്തേഡാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ദ പ്രൊവൈഡ് ടെക്സ്റ്റ്? ആൻസർ greater involvement of parents. Alternative education is categorized as a part of which broader education concept? അത് വരിക non-formal education. The alternative education movement started primarily as a movement against which system? ഏത് സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു? ട്രഡീഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു. Which of the following is not listed as a form or approach or alternative education in this slide? ഏതായിരുന്നു? കൺവെൻഷണൽ പബ്ലിക് സ്കൂളായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in the context of alternative education is the emphasis is given to എന്തായിരുന്നു? rote memorization and strict discipline, uniformity and standardizing, testing, free expression and creativity, large classroom sizes? Yes, free expression and creativity ആണ് ആൻസർ വരിക. Alternative education movement was primarily started as a movement against which educational system? ഏത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു? ട്രഡീഷണൽ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്. ഇനി ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ typically use small size classroom and provide an intimate learning environment. Next statement, it is defined by its uniformly rigid curriculum and designed to pass standardized tests. Answer, first statement is true, A is true, but R is false. Which of the following is not listed as characteristics or benefits of emphasis of creativity and experimental learning in alternative education? Answer, no imposed timeline. Thank you.